ഉമ്മ അതാ ചായ വെച്ചിട്ടുണ്ട് അവിടെ. ആ അവിടെ വെച്ചോ, ഞാനെടുത്ത് കുടിക്കുക. ആരിഫ് എണിച്ചില്ലേനാവോ അല്ലേ? ഇല്ല, എണിച്ചിട്ടില്ല തോന്നണു. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് കാണേണ്ടതല്ലേ. ആ അല്ലമ്മ, എന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കുക? ബിരിയാണി ഉണ്ടാക്കണോ? അത് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതിയോ? നെയ്ച്ചോറ് വേണ്ട, ബിരിയാണി തന്നെ ഉണ്ടാക്കിക്കോ. അവൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമല്ലേ, അപ്പൊ കുറയ്ക്കണ്ട. അല്ല, രാവിലേക്ക് എന്താ ഉണ്ടാക്കണ്? അത് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണേ. ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചിരിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കഷ്ണം ഇട്ടിട്ട് തേങ്ങരച്ച് ചാറും ആക്കിയിട്ട് രാവിലേക്ക് പത്തിരി ഉണ്ടാക്കാം. പക്ഷെ ഉച്ചയ്ക്ക് ബിരിയാണി വെക്കണമെങ്കിലേ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണ്ടി വരും ടോളി. അന്ന് എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടേ അവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്ക്. അവൻ പോയി വാങ്ങിയിട്ട് വരും. ആ ആരിഫ, ആ എന്താ കാട്ടണ്? ഞാനങ്ങോട്ട് ഉള്ളിക്ക് വരട്ടെ? വന്നോളി. എന്താ കാട്ടണ്? എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു മടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിന്നെ ഇത്ര നേരം അങ്ങോട്ട് കാണാണ്ടായപ്പോ വന്നതാണ്. അവനെവിടെ? ഇക്കഥ ബാത്റൂമിലുണ്ട്. ഡാ, എന്താ കാട്ടണ് നീ അവിടെ? കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, നീ ഒന്ന് വേഗം ഇറങ്ങ്. ഉച്ചയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണേ. നീ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമല്ലേ, ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ടാണ്. നീ കഴിക്കുമല്ലോ അല്ലേ? ചിക്കൻ ബിരിയാണി വെക്കണ്. ഞാൻ കഴിക്കും താത്ത. ആരാ എന്നിട്ട് ഉണ്ടാക്കണ ബിരിയാണി? നിങ്ങൾ ഉണ്ടാക്കുവോ? ഞാൻ ഉണ്ടാക്കുമെന്നോ? നീ അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക് എൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ നല്ല അസലായിട്ട് ഉണ്ടാക്കും. എൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാലേ അവനക്ക് ജീവനാണ്. ബിരിയാണി മാത്രമല്ല കേട്ടോ, ഞാൻ പൊറോട്ട ഉണ്ടാക്കും, നെയ്ച്ചോറ് ഉണ്ടാക്കും, കുഴിമന്തി ഉണ്ടാക്കും. അങ്ങനെ ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഉണ്ടാക്കുക മാത്രമല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതിനൊക്കെ പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. പൊങ്ങച്ചൻ പറയല്ല കേട്ടോ, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. സംശയം ഉണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി പറഞ്ഞ ചെക്കൻ കാട്ടണ കാണണ്ടേ? പണ്ടു പിന്നെ ഭക്ഷണം കാണാത്ത ആൾക്കാരെ പോലെ കാട്ടും ചെക്കൻ. ഞാൻ ഉണ്ടാക്കിയ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അവന്. ഉമ്മ ഉണ്ടാക്കിയതൊന്നും പറ്റില്ല. അല്ല, ഉമ്മക്ക് ഉണ്ടാക്കാനും അറിയില്ല, അതും വേണ്ടേ പറയേ. ഇതൊക്കെ ഇവിടെ വന്നിട്ട് പഠിച്ചതാ താത്ത? ഇവിടെ വന്നിട്ട് പഠിച്ചതൊന്നല്ല. കല്യാണത്തിന് മുന്നേ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എൻ്റെ ഉമ്മക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയേ. നല്ല കൈപ്പുണ്യാണ്. അതേ കൈപ്പുണ്യം എനിക്കും കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ഉമ്മക്കൊന്നും ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ അറിയില്ല. വല്ല ഉപ്മാവ് ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും. കേക്കണ്ട. കേട്ടപ്പോ എന്താണ്, അവനക്കൊക്കെ എല്ലാം അറിയാ. അല്ല, നിനക്ക് ചായ ഒന്നും വേണ്ടേ? രാവിലെ എണിച്ച് ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല? കുടിക്കൊക്കെ ചെയ്യും, പക്ഷെ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇവനെ പോലെ തന്നെ, ഇവനക്ക് ചായ അത്ര നിർബന്ധമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു നേരം കുടിച്ചോ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. രാവിലെ എണിച്ചിട്ട് ചായ കുടിച്ചില്ലാന്ന് വെക്കി, അല്ലാ, അന്നത്തെ ദിവസം എനിക്ക് ഉഷാറേ ഉണ്ടാവില്ല. ഞാൻ രാവിലെ 5:30 എണിക്കും കേട്ടോ. എന്നിട്ട് എണിച്ച പാട് കട്ടൻ ചായ വെച്ച് കുടിക്കും. പിന്നെ ഒരു 6-6:30 പാലുകാരൻ വരും. ഇവിടെ പാലുകാരൻ്റെ അടുത്ത് പാല് വാങ്ങി, പാക്കറ്റ് പാല് വാങ്ങലില്ല. പാല് വന്നു പറഞ്ഞ പാല് ഒഴിച്ചിട്ടും ചായ വെച്ച് കുടിക്കും. ആ എന്റെ കൂട്ടം കേട്ടിട്ട് മുഷിയിലുണ്ടോ നിനക്ക്? ഏ ഇല്ല താത്ത, നിങ്ങൾ പറഞ്ഞോളി. ഞാൻ അങ്ങനെ തന്നെ വർത്താനം പറഞ്ഞാൽ നിർത്തുകയില്ല. ശീലായി എനിക്കത്. എന്നിട്ട് ഇവിടുത്തമ്മ പറയുകയും ചെയ്യേ, എന്തിനാ അങ്ങനെ വായിട്ടടിക്കണെന്ന്. എന്താ ചെയ്യണ്, എനിക്കത് മാറ്റാൻ പറ്റണില്ല. അതിനെന്താ താത്ത, സംസാരിക്കുന്നത് നല്ലത് തന്നെയല്ലേ? അത് നീ എന്നെ ഒന്ന് സൂചിപ്പിച്ചതാണ്. എന്തായാലും ഇനി വർത്താനം പറഞ്ഞു നിന്നാ പറ്റില്ല. ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ, അവിടെ ഇഷ്ടംപോലെ പണികളതാണ്. നീ അവനൊന്ന് വേഗം വരാൻ പറഞ്ഞിട്ടേ സാധനങ്ങൾ വാങ്ങിട്ട് വരാൻ പറയ്. സമയമൊക്കെ ദാ പറയുമ്പോഴേക്കും പോകും. ഞാൻ പറയാം. ആരിഫ, ദാ ഈ ലിസ്റ്റ് എന്നാ. വർത്താനത്തിന്റെ ഇടയ്ക്ക് അത് തരാൻ മറന്നു. എന്ത് ലിസ്റ്റ് അത്? അത് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണേ, അവൻ്റെ അടുത്ത് കൊടുത്താൽ മതി. ഞാൻ കൊടുക്കാം. ആ വിശക്കണൊന്നുമില്ല നിനക്ക്? കഴിക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താത്ത കഴിച്ചോ? ഇല്ല, ഞാനും ഉമ്മയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. നിനക്ക് വിശക്കണമെങ്കിൽ പോയി എടുത്ത് കഴിച്ചോ. വേണ്ടാന്നു, നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പം കഴിക്കാം. ആ ഇതെന്തിനാ താത്ത ഉള്ളി അരിയണ്? ബിരിയാണി ഉണ്ടാക്കാനാ? ആ ഇന്ന് അങ്ങോട്ട് തരും, ഞാൻ അരിയാ. വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ തന്നെ ചെയ്യാ. പിന്നെ വന്ന ദിവസം തന്നെ നിന്നെ കൊണ്ട് പണിയിപ്പിച്ചാലേ ആരെങ്കിലും കണ്ടിട്ട് വന്നാൽ പിന്നെ അത് മതി. അതൊന്നും കുഴപ്പമില്ലാന്നു, ഞാൻ ചെയ്യേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താണ്? നീ അവിടെ ഇരുന്നേ, എന്തിനാ അങ്ങനെ നിക്കണ്? കാല് കടയില്ലേ? അതൊന്നും കുഴപ്പമില്ലാന്നോ, ഞാൻ ഇവിടെ നിക്കാം. വീട് മാറി നിക്കണേൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവൂല്ലേ? ആ എനിക്കൊന്നും പരിചയമില്ലാണ്ടേ എന്തോ പോലെ ഉണ്ട്. കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും, പിന്നെ അത് ശരിയാകും. എന്നെയും കടിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്നിട്ട് ദിവസം ഉമ്മാനെ വിളിച്ചിട്ട് കരയായിരുന്നു, എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ പിന്നെ എനിക്കതങ്ങോട്ട് ശീലായി വന്നു. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിന്നാലും ഇടങ്ങറ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ നിൽക്കുകയില്ല, വേഗം വരും. അത് പറഞ്ഞപ്പോഴാണ്. താത്താന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആ അപ്പൊ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഈ 3-4 ദിവസമായിട്ട് അവൻ പറഞ്ഞു തന്നിട്ടില്ല? ഞാൻ അവൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നാ വിചാരിച്ചത്. നല്ല ആളാണ്. ഇങ്ങോട്ട് വരട്ടെ അവൻ, ഞാൻ ചോദിച്ചിട്ടുള്ളൂ.
ആ ഞാനതിന് ഇതൊന്നും ഇക്കാലത്ത് ചോദിച്ചിട്ടില്ലാന്നു അതായിരിക്കും പറയാണ്ടിരുന്നിട്ടുണ്ടാവുക. ഞാനതിന് വെറുതെ പറഞ്ഞതാണേ. അവനക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഒരു ഇക്കാക ഉണ്ട്, ഒരു നാത്തോനും ഉണ്ട്. അത്രേ ഉള്ളൂ. ചെറിയ കുടുംബാണ്. ആ അത് ശരി. അപ്പൊ താത്ത വീട്ടിക്ക് വിരുന്നൊന്നും പോക്കില്ലേ? ഏയ് ഞാൻ അങ്ങനെ എപ്പോഴും പോക്കൊന്നുമില്ല. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പോയിട്ട് 4 മാസമായി. അന്ന് ഇക്ക ലീവിന് വന്നിട്ടുണ്ടായിരുന്നേ 4 മാസം മുമ്പേ. അങ്ങനെ ഇക്കാന്റെ കൂടെ പോയിട്ട് വന്നതാണ്. വിളിക്കും ഒന്നരാടങ്ങനെ. വിളിച്ച് വിശേഷമൊക്കെ അറിയും. പിന്നെ എൻ്റെ ഉമ്മ വരും കേട്ടോ 10 ദിവസം കൂടുമ്പോ ഇങ്ങട്. അപ്പൊ താത്താന്റെ നാത്തോൻ വരില്ലേ? ഏയ് അവളൊന്നും വരില്ല. ഓ നല്ല സാധനം വരുന്നു. ലക്ഷണം കെട്ട സ്വഭാവമാണ്. അവിടെ ഉമ്മയായിട്ട് എന്നും പ്രശ്നാത്രേ. ഞാൻ പോയാലും അങ്ങനെ തന്നെ. മിണ്ടേല ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനാ ഇപ്പൊ ഇത് കാണാൻ പോണ്? അതിന് നല്ലത് പോകാണ്ടിരിക്കുകയല്ലേ. ഉം. പിന്നെ അതുമല്ല ട്ടോ. ഞാൻ ഇവിടുന്ന് പോയാൽ പറ്റില്ലേ? ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഇല്ല പറഞ്ഞാൽ ശരിയാവുകയേ ഇല്ല. എന്തിനും ഏതിനും ഞാൻ വേണം. ഇവിടെ ഒരു നേരം ഞാൻ ഇല്ല പറഞ്ഞാൽ ഈ വീട് ഉറങ്ങിയും കൊണ്ടാണ് പറഞ്ഞിട്ട് എന്നും പറയും ഇവിടുത്തെ അമ്മ. എന്നിട്ട് ഉമ്മ എവിടെ? കാണാനില്ല. ഉമ്മ അതാ അപ്പുറത്തേക്ക് പോയിക്കാണ്. അവിടെ ഒരു അമ്മായി ഉണ്ട്. ഇവിടുത്തെ വാപ്പാന്റെ പെങ്ങളെ. അവരിനെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കഴിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിക്കാണ്. ആ പാവാണ് കേട്ടോ അത്. ഇവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അത് ഇങ്ങോട്ട് വരുവേ. ഇവിടുത്തെ അമ്മ അതും ഇല്ലേ നല്ല കൂട്ടാണ്. കണ്ടാ നാത്തോനും നാത്തോനും എന്ന് പറയേ ഇല്ല. അത്ര നല്ല കൂട്ടാണ്. കുറച്ചേരം ഇങ്ങോട്ട് വരും. അപ്പൊ കണ്ടാ നിനക്ക് മനസ്സിലാവും. വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ രാവിലെ? ഉമ്മേ വാപ്പേ ആരെങ്കിലും? ആ ഉമ്മ ഇത്തിരി നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ എന്താന്നറിയാൻ വിളിക്കായിരിക്കേ. ആദ്യമായിട്ട് നീ ഇങ്ങനെ വീട് വിട്ട് നിക്കണ്? ഉം അല്ല നീ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചതേ. ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്ന് പഠിച്ചിട്ടില്ല. ദിവസം വീട്ടിൽ നിന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോയിട്ട് വരിക ചെയ്യുക. ഉമ്മല്ലാണ്ട് ഞാൻ അങ്ങനെ എവിടെയും മാറി നിന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഉമ്മാന്റെ വീട്ടിൽ പോയാൽ തന്നെ ഉമ്മ നിൽക്കണമെങ്കിൽ മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ വീട്ടിൽ തന്നെ തിരിച്ചു വരും. ഉമ്മല്ലാണ്ട് ആദ്യമായിട്ട് ഇന്നലെ ഇവിടെ നിൽക്കുന്നത്. അതിന്റെ ചെറിയൊരു ഇടങ്ങറുണ്ട്. ആ അതൊക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് ദിവസമേ ഒന്ന് ശീലാകും വരെ. ഇടയ്ക്കും തിരക്കൊക്കെ ഒന്ന് അവനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് വന്നാൽ മതിയേ. പിന്നെ അതുപോലെ നിന്റെ ഉമ്മാനത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാനും പറ. പിന്നെ അതുപോലെ ഇവിടുത്തെ ഉമ്മാനും കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പാവാണ്. ഒന്നും പറയാൻ വരില്ല. അന്ത്യോളം വെയിലത്ത് പോയി നിൽക്കാൻ പറഞ്ഞാലേ അങ്ങനെ പോയി നിൽക്കും. എന്തിനാന്നും കൂടി ചോദിക്കില്ല. അത്രയ്ക്ക് പാവാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇക്കന്നെ ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് കാണാനില്ല. എന്താണാവോലെ? അവൻ അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിട്ടു പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് വരികയില്ല. അത് എന്നും ഉള്ളതാ. പിന്നെ ഫോൺ വിളിച്ച് വരാൻ പറയണം. എവിടെയെങ്കിലും കൂട്ടുകാരന്മാരുടെ അടുത്ത് കൂട്ടം കൂടി ഇരിക്കുന്നുണ്ടാവും. എന്നാ ഞാൻ വിളിച്ചു നോക്കട്ടെ. വേണ്ട വിളിക്കൊന്നും വേണ്ട. ഒന്നും കഴിക്കാണ്ടല്ലേ പോയിക്കണ്. അപ്പൊ വിശക്കുമ്പോ തനിയെ വന്നോളൂ. പിന്നെ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. അവൻ ചിലപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിന്റെ അടുത്ത്. എന്താ താത്ത? എനിക്കേ ഇവിടെ അടുത്തൊരു പെണ്ണായിട്ട് പ്രേമുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്. അത് കല്യാണം ഉറച്ച സമയത്ത് തന്നെ വിളിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നോക്കിയാൽ കാണുന്ന മൂന്നാമത്തെ വീടാണ്. പാവങ്ങളാണ്. സാമ്പത്തികമായിട്ടൊന്നും തീരല്ല. 3 പെൺകുട്ടികളാണ്. അതിൽ രണ്ടാമത്തെയാണ് ഇട്ടത്. ആ പെണ്ണില്ലേ ഒന്നരാടം ഇങ്ങോട്ട് വരും എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാനേ. അങ്ങനെ വന്നിട്ടില്ലേ ഈ പെണ്ണിന് ഇവനെ ഇഷ്ടായി. ഈ പെണ്ണ് കാണാൻ തെറ്റൊന്നുമില്ല, നല്ല ചന്തമൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം ഈ പെണ്ണ് ഇവനെ ഇഷ്ടമാണെന്നും പറഞ്ഞു. ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ ചെക്കന്മാർ വേണ്ടാന്ന് പറയോ? ഇവനും അവളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പെണ്ണ് എപ്പോ നോക്കിയാലും ഇവിടെ തന്നെ ഫുൾ ടൈം ഇവിടെ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയില്ലായിരുന്നു കേട്ടോ ഇവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന്. പെണ്ണ് ഇവനെ കാണാനാ വരുന്നതേ. അത് നമുക്കറിയോ? പിന്നെ എങ്ങനെ ഇതൊക്കെ നമുക്ക് മനസ്സിലായി എന്നറിയോ? ഇവനക്ക് ഇവിടെ പെണ്ണ് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയണതേ. ഇക്കാക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞ പെണ്ണിന്റെ വാപ്പ തീരെ ശരിയില്ലേ. എപ്പോ നോക്കിയാലും കള്ളുകുടിച്ച് പ്രശ്നം ഉണ്ടാക്കി കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനത്തോടത്തുനിന്നൊക്കെ എന്തിനാ പെണ്ണെടുക്കണം പറഞ്ഞിട്ട് ഇക്കാക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല ഇത്രയും ചെറിയ മറന്നൊക്കെ പെണ്ണെടുത്തിട്ടേ അതെന്നും പ്രശ്നമായിരിക്കും പറഞ്ഞിട്ട് ഉമ്മാക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവനാണെങ്കിലോ അവൾ തന്നെ കിട്ടുള്ളൂ പറഞ്ഞിട്ട് വാശി പിടിച്ചും കൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഇതെങ്ങനെ മുടങ്ങിയേ പറഞ്ഞ പെണ്ണിന് ഗവൺമെന്റ് ജോലിക്കാരുടെ ഒരു ആലോചന വന്നു. ചെക്കനൊക്കെ എന്തോ ബാങ്കിൽ എന്തോ ജോലിയായിരുന്നു തോന്നണു. സാമ്പത്തികമായിട്ട് നല്ല ഉള്ളവരും. ആ ആലോചന വന്നപ്പോഴേ പെണ്ണ് വേഗം കാലുമാറി. പിന്നെ അവൻ വിളിച്ച പെണ്ണ് ഫോൺ എടുക്കാണ്ടായി, കണ്ടാ മിണ്ടാണ്ടായി. അവസാനം അവൻ തന്നെ അതിനെ കെട്ടിയിട്ട് പോയി. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ. നമുക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. ഇവൻ മറ്റേ ആ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ടേ. പെണ്ണിനെയും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണിന്റെ വാപ്പ ശരിയില്ലേ. ദിവസവും കള്ളു കുടിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയും കൊണ്ട് തന്നെ. ഇവിടെ അടുത്ത അയൽവക്കക്കാരായിട്ടൊന്നും അവർ ഒരു ടച്ചും ഇല്ല. ഓരോ ദിവസം ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്രശ്നം തന്നെയാണ്. എന്തോ ഒരു കുരുത്തുണ്ട് പെണ്ണിന് ഇങ്ങനെയൊക്കെ തോന്നാന്. അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് പൗളായിരിക്കും ഇവിടെ. ഇതൊക്കെ അവൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അല്ല അറിയാണ്ട് ഞാനിതൊക്കെ വായിന്ന് വിടുകയും ചെയ്തു. അതൊന്നും കുഴപ്പമില്ലാന്നോ. എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടാട്ടോ എല്ലാ കാര്യവും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ എത്രയ്ക്കൊന്നും ഞാൻ പറയാൻ വരില്ല. അല്ലാ എന്റെ വായിന്നതൊക്കെ നീ അറിഞ്ഞു പറഞ്ഞാലേ എനിക്ക് ഇരിക്കണ്ട ഇവിടെ. സമയം എത്രയാണാവോലെ? 8:30 തോന്നുന്നു. എന്നാ നമുക്ക് കഴിക്കാൻ നോക്കിയാലോ?
ഉമ്മാനെ ഇങ്ങോട്ട് കാണാനില്ല. ഉമ്മ ചിലപ്പോൾ അവിടുന്ന് കഴിച്ചിട്ടായിരിക്കും വരിക. പറയാൻ പറ്റില്ല. നമുക്ക് കഴിക്കാൻ നോക്കുക എന്നാ. ആ എന്നാ ഞാൻ എടുത്തിട്ട് വരാം താത്ത. എന്തിന്? ഞാൻ എടുത്തിട്ട് വരാം. പിന്നെ വന്ന ദിവസം തന്നെ നിന്നെ കൊണ്ട് പണിയിപ്പിക്കേ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? നീ അവിടെ ഇരിക്കി, ഞാൻ പോയി എടുത്തിട്ട് വരാം. വീടും പരിസരമൊക്കെ ഇഷ്ടായോ? ആ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടുന്ന സമയത്തേ ചെറിയ വീടായിരുന്നു, ഓട്ടുപര. സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല, വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടേ. പിന്നെ ഇവര് എന്നെ തന്നെ മതി പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കണു പറഞ്ഞിട്ട് ബ്രോക്കർ എന്നും വീട്ടിൽ വന്നിട്ട് പറയും. പിന്നെ അവസാനം വാപ്പ സമ്മതിച്ചതാണ്. ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വേനൽക്കാലം ഇവിടുത്തെ കിണറ്റിൽ വെള്ളേ ഉണ്ടാവലില്ല. ഇപ്പോഴാട്ടാ ഈ ബോർവെല്ലും പൈപ്പ് കണക്ഷനൊക്കെ എടുത്തത്. അന്ന് ഇതൊന്നും ഇല്ലേ. അപ്പോൾ വേനൽക്കാലമായ ഒരു 3-4 മാസം നല്ല ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. അപ്പോൾ നമ്മൾ എന്താ കാട്ടുക പറഞ്ഞാലേ, പഞ്ചായത്ത് കിണറുണ്ട് താഴെ, അവിടെ പോയിട്ടാണ് വെള്ളം കൊണ്ടുവരിക. അങ്ങനെ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴേ ഇക്കാക്ക് ഗൾഫിലേക്ക് പോകാനുള്ള വിസ വന്നോട്ടോ. അങ്ങനെയൊക്കെ ഗൾഫിലേക്ക് പോയി. പോയിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. ആദ്യത്തെ പോക്കിനെ 4 കൊല്ലമൊക്കെ നിന്നോട്ടോ ഗൾഫിൽ. പിന്നെ ലീവിന് വന്നിട്ട് ഈ വീട് പണി തുടങ്ങി. ഈ വീട് പണി തുടങ്ങുന്ന സമയത്തേ ഒരു 1-1.5 കൊല്ലം നമ്മൾ വാടകയ്ക്ക് പോയിട്ടുണ്ട്. ഇതാ ഇവിടെ അടുത്ത് തന്നെ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാ. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായാ? ആ നന്നായിട്ടുണ്ട്. എനിക്ക് നല്ലോണം പറ്റി. എന്നിട്ട് നീ കഴിച്ചില്ലാലോ? ആകെ കുറച്ചാണല്ലോ കഴിച്ച്. ആ അതെനിക്ക് വിശപ്പുണ്ടായിരുന്നില്ലാന്നും. അതാ കഴിക്കാണ്ടായത്. ബിരിയാണിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഉഹും. അവിടെ കുടുംബത്തിൽ ആരെങ്കിലും വിരുന്ന് വിളിച്ചോ നിങ്ങളെ? ഇല്ല, ആരും വിളിച്ചിട്ടൊന്നുമില്ല. ആ വിളിക്കാൻ തുടങ്ങും. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതാണ്. വിളിക്കണതല്ല പാടെ. ഇതൊക്കെ ചെലവാണ്. ചുരുങ്ങിയത് ഒരു 1000 സാധനങ്ങൾ ഇല്ലാണ്ട് എങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി പോവുക? പിന്നെ വിരുന്ന് വിളിക്കാൻ അവർക്കും ചെലവന്നെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ. ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? കല്യാണത്തിന് നീ ഇട്ട ഡ്രസ്സും സ്വർണ്ണമൊക്കെ വാടകയ്ക്കായിരുന്നു അല്ലേ? ആ താത്ത, അതൊക്കെ വാടകയ്ക്കായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആരും സ്വന്തമായിട്ട് വാങ്ങണമൊന്നുമില്ല. ആ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വാടകയ്ക്കാന്ന് പറഞ്ഞപ്പോഴേ എന്തോ പോലെ. കുറേ ആൾക്കാർ ഇട്ട് പഴകിയ ഡ്രസ്സല്ലേ പറഞ്ഞിട്ടേ. അതതിന് അവർ ഡ്രൈ വാഷ് ചെയ്തിട്ട് തരാ താത്ത. നമ്മൾ ആദ്യം പോയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുത്തിട്ട് വന്നാലേ കല്യാണത്തിന് ഒരു 2 ദിവസം മുന്നായിട്ട് വീട്ടിലേക്ക് അയച്ചു തരിക ചെയ്യുക. അതെ. എന്റെ കല്യാണ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ സ്വന്തമായിട്ട് എടുക്കായിരുന്നേ. എന്റെ കല്യാണത്തിന് കല്യാണ ദിവസം ഉടുക്കാൻ ഒരു ഫാൻസി സാരിയും തലേ ദിവസത്തേക്ക് ഒരു ഡ്രസ്സും അങ്ങനെ 2 ജോഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ കല്യാണ ദിവസം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സാരി ഉടുപ്പിച്ചു തന്നത് തന്നെ എന്റെ അമ്മായിമാരായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയാണ് ല്ലേ. മേക്കപ്പ് ഇടാൻ ഒരാള്, സാരി ഉടുപ്പിക്കാൻ ഒരാള്. എന്താ അത് കാലം പോയ ഒരു പോക്കേ. കല്യാണത്തിന് നിറയെ ആൾക്കാരുണ്ടായിരുന്നു ല്ലേ. എന്താ ഒരു ജനം പറഞ്ഞിട്ടാണ്. അള്ളാ നിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും ആൾക്കാരായിരുന്നു. നിങ്ങൾ അടച്ചു തെളിച്ച് കല്യാണം വിളിച്ചിട്ടുണ്ട് ല്ലേ. ആ അതെന്റെ ഉപ്പാന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ കല്യാണം നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന്. എന്റെ കഴിഞ്ഞ പിന്നെ വേറെ ആരുടെയും നടത്താനില്ലല്ലോ. ആ എന്തായാലും നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. എന്താ ഒരു ജനം പറഞ്ഞിട്ടാണ്. ഭക്ഷണമൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അതിൽ ആ മന്തി ഇല്ലേ, അത് നല്ല പറ്റി എനിക്ക്. ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ അത്ര വലിയ കല്യാണമൊന്നും ആയിരുന്നില്ല കേട്ടോ. ചുരുക്കത്തിലായിരുന്നു. അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് കുടുംബക്കാരനെയും പിന്നെ കുറച്ച് അയൽവാസികളെയും മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ അത് ഉറക്കം വരുന്നുണ്ടാ? ഇല്ലാന്നും. എന്റെ ചെറലേടി കേട്ടിട്ട് പ്രാന്താവണുണ്ടാവൂല്ലേ? ഹേയ്. ഉച്ചയ്ക്ക് കിടക്കണ ശീലണ്ടാ? ഇല്ലേ. എനിക്കെങ്ങനെ കിടക്കാൻ പറ്റുക? ഞാൻ ക്ലാസ്സിന് പോവുകയല്ലേ. ആ അത് ശരിയാണല്ലോ അല്ലേ. ഇവിടെ ഉമ്മ കിടക്കൂട്ടോ ഉച്ചയ്ക്ക്. പക്ഷെ ഞാൻ കിടക്കില്ല. ഞാൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാലേ കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഫോൺ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോൾ ഇക്ക വിളിക്കുവേ. ഇക്കാക്ക് അപ്പോൾ ആ സമയത്ത് ഉച്ചയാണല്ലോ, അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇക്ക എന്നെ വിളിക്കുള്ളേ. ഇന്നിപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. കിടക്കണമെങ്കിൽ പോയി കടന്നോ. ഒരു 4 മണിയാകുമ്പോൾ എണിച്ചാൽ മതി. വൈകുന്നേരമായിട്ട് നിന്നെയും കൊണ്ട് ഉമ്മ ഇതിനൊക്കെ പോകണമെന്ന് പറഞ്ഞായിരുന്നു. എവിടേക്ക്? ഇവിടെ അടുത്തൊരു അമ്മായിന്റെ വീടുണ്ടേ. ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കഴിക്കാൻ വന്നില്ലേ ആ അമ്മായിന്റെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വാപ്പാന്റെ 3 ഏട്ടന്മാരും ഒരു അനിയനൊക്കെ കുറച്ച് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ നിന്നെ കൂട്ടിയിട്ട് പോണെന്ന് പറഞ്ഞായിരുന്നു ഉമ്മ. അതെ. പോണ്ടോ? എന്താ ഒരു മടി? അല്ല എനിക്ക് അവനെയൊന്നും പരിചയമില്ലല്ലോ. പോയി പറഞ്ഞ എന്നെ തന്നെ അങ്ങനെ നോക്കിയിരിക്കൂല്ലേ. എനിക്കതൊക്കെ മടിയാണ്. അതിനെന്താണ്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പരിചയപ്പെടുക. ഇനി മുതൽ നീ ഇവിടുത്തെ ആളാണേ. അപ്പൊ ഇവിടുത്തെ കുടുംബക്കാരനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെക്കണ്ടേ. ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഇത്ര മടിയാണെന്നുണ്ടെങ്കിലേ പോകുമ്പോ ഞാനും വരാം. പോരെ? ആ എന്നാ നീ പോയി കടന്നോ. ആരിഫ പോകല്ലെന്നാ? എവിടേക്കമ്മ? ഇവിടെ അടുത്ത് നമ്മുടെ കുറച്ച് കുടുംബക്കാരുണ്ടേ. അപ്പൊ അവിടേക്കൊക്കെ ഒന്ന് പോയിട്ട് വരിക. ആ താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. താത്തയും കൂടി വന്നിട്ട് പോയാ പോരെ? അതിന് അവൾ എവിടേക്കാ പോയിക്കണ്? താത്ത കുടുംബശ്രീന്റെ കാര്യത്തിന് ആരിനെയോ കാണാൻ വേണ്ടി പോയിക്കാണ്. ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫസീലാനെ കാണാൻ പോയിട്ടുണ്ടാവും.
ഇവര് കുടുംബശ്രീത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആണേ. ആ എൻ്റെ അടുത്ത് പറഞ്ഞു താത്ത. അതെ. വേറെന്തൊക്കെയാ പറഞ്ഞ്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാ? ആ പറഞ്ഞു. നേരത്തെ കൊറേ കാര്യങ്ങൾ സംസാരിച്ചു നമ്മള്. ആ അവള് അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും വർത്താനം പറയാൻ കിട്ടിയാലേ പിന്നെ വിടുകയില്ല. വർത്താനം പറഞ്ഞ് കൊല്ലും മനുഷ്യനെ. എന്നാലും ഈ വർത്താനം തന്നെ ഉള്ളൂട്ടോ. ആളൊരു പാവാണ്. ഉം. പിന്നെ എന്താ ഒരു കുഴപ്പം പറഞ്ഞാലേ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ആരടുത്തും പറയണ്ട പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറഞ്ഞാലേ അത് അവളുടെ മനസ്സിൽ നിൽക്കില്ല. അത് അപ്പൊ തന്നെ പറയും. മനഃപൂർവ്വം പറയണതല്ലേ അറിയാണ്ട് വായിന്ന് വരികയാണ്. അതിന് ഈ പളവളാ പറയുന്നതൊന്ന് നിയന്ത്രിച്ചാൽ മതി. അത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അതിന്റെ സ്വഭാവം മാറുകയില്ല. പിന്നെ എന്താ പറഞ്ഞാ അതിനെയും കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഈ വീട്ടിലത്തെ എല്ലാ പണിയും ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. എന്നെയും കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. പിന്നെ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കൂല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും. എന്നാ അവള് വരട്ടെ എന്നിട്ട് പോകാം. അതിനെ എപ്പോ വരികയാണാവോ മറ്റവളുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാകും. എപ്പോഴും ഇങ്ങനെ തന്നെ ഇതപ്പോ വരാട്ടമ്മാവട്ട് ഒരു പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ 1-2 മണിക്കൂറിന് ആളിനെ ഇങ്ങോട്ട് നോക്കുക വേണ്ട. എന്നാ വരുമ്പോ വരട്ടെ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യണ്? നീ ചായ കുടിച്ചോ? ആ ഞാനും താത്തി നേരത്തെ കുടിച്ചു. ചായ കുടിച്ചിട്ടാ താത്ത പോയത്. നമ്മള് കുടിക്കുമ്പോ ഉമ്മ കിടക്കുകയായിരുന്നു. എണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്നാ ക്ലാസ്സിന് പോകാൻ തുടങ്ങണ്? അടുത്ത ആഴ്ച മുതൽ പോകാൻ തുടങ്ങണം പറഞ്ഞിട്ടാണ്. ഇപ്പൊ തന്നെ കുറെ ക്ലാസ് മിസ്സായില്ലേ. ആ ആവശ്യമില്ലാണ്ട് വെറുതെ ലീവ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. പോയിക്കോ. ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് വിരുന്നൊക്കെ വിളിക്കാൻ തുടങ്ങും. അപ്പൊ എന്താ കാട്ടുക എന്നാണ്. നമ്മക്കാണെങ്കിലോ കുറെ കുടുംബക്കാരും ഉണ്ട്. എന്റെ വീട്ടുകാരും വാപ്പാന്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട്. അവരൊക്കെ വിരുന്നിന് വിളിക്കണം പറഞ്ഞ് നിൽക്കണുണ്ട്. അപ്പൊ എന്താ കാട്ടുക എന്നാണ്. ആ എന്താ കാട്ടണ്? ക്ലാസ്സിന്റെ ഒഴിവിനൊക്കെ അനുസരിച്ചിട്ട് വിളിക്കാൻ പറയാ അല്ലേ? ആ ആ കടന്നില്ലേ നീ? ഇല്ല താത്ത. ഇക്ക വന്നിട്ടില്ലേ? അവൻ ഇങ്ങനെ തന്നെ 10-11 മണി ആകാണ്ട് വീട്ടിലേക്ക് വരികയില്ല. അവനക്ക് കുറെ കൂട്ടുകാരുണ്ടേ. അവരെല്ലാരും കൂടി താഴെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ തന്നെ അവന്. ചില ദിവസം ഞാൻ ഉമ്മയൊക്കെ കടന്നുറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ടൊക്കെ കയറി വരിക. എന്നിട്ട് വന്നിട്ട് എന്നെ വിളിക്കും. ഉമ്മാനെ വിളിക്കില്ല. ഉമ്മാനെ വിളിച്ച ഉമ്മ നല്ല ചീത്ത പറയുവേ. അത് പേടിച്ചിട്ട് എന്നെ വിളിക്കുള്ളൂ ഫോണിൽ. എന്നിട്ട് ഞാനാ വന്ന് വാതിൽ തുറന്നു കൊടുക്കുക. എന്നാലും ഇന്നിപ്പോ എന്താണ് പോയേക്കണത് നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്? 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. കല്യാണ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും കൂട്ടുകാരുടെ അടുത്ത്. അവന് ഫോണിക്കൊന്ന് വിളിച്ച് നോക്കായിരുന്നില്ലേ? അതിന് ഫോൺ കൊണ്ടുപോയിട്ടില്ലാന്നും. ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയിക്കണതേ. നീ വിളിക്കുമ്പോട്ട് മനഃപൂർവ്വം ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതായിരിക്കും. എന്തായാലും ഇപ്പൊ വരും. അവൻ വരുന്നവരെ ഞാൻ തുണക്കിയിരിക്കണം നിനക്ക്. വേണ്ട താത്ത നിങ്ങൾ പോയി കടന്നോളി. ഉമ്മ കടന്നു അല്ലേ? ആ അമ്മയൊക്കെ 8:30 ആകുമ്പോഴേക്കും കിടക്കും. എന്നാ നിങ്ങളും കടന്നോളി. ഞാൻ എന്തായാലും ഇക്ക വന്നിട്ടേ കിടക്കണുള്ളൂ. ചായ എന്തെങ്കിലും വെച്ച് തരുന്നെന്നാ? വേണ്ടാന്നും. ചോറുപ്പുണ്ടല്ലേ ഉള്ളൂ. ആ എന്നാ അവൻ വരാൻ വൈകി കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടാ. ആ ഞാൻ വിളിക്കാം.